അതുകൊണ്ട് ഞാൻ പറയുന്നത് സഹോദരിമാരെ, കഷ്ടപ്പാട് ജീവിതമെന്ന് പറഞ്ഞ ത്യാഗമാ എന്ന് പറഞ്ഞ എല്ലാം കേട്ടും കൊണ്ടും സഹിച്ചും ജീവിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ കഴിവിന്റെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ നീ ചോദിക്കും, ഉസ്താദെ എങ്ങനെ ഉസ്താദെ? മോളെ, നബിതങ്ങൾ പറഞ്ഞത് നിനക്ക് ആസിയ ബീവിയുടെ പ്രതിഫലം അല്ലാഹു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കള്ളുകുടിയനായിട്ട്, കഞ്ചാവടിക്കുന്നവനായിട്ട്, ചെലവിന് തരാഞ്ഞിട്ട്, ഉപദ്രവിച്ചിട്ട് പോലും മക്കളെ ഓർത്ത് ജീവിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ആത്മഹത്യ ചെയ്താൽ ആഖിറം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയന്നിട്ട് ജീവിക്കുന്നവരുണ്ട്. അള്ളാഹു കൊടുത്ത ജീവിതം ഇനി എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെ പോയി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന പെങ്ങളുണ്ട്. നിനക്ക് അല്ല തരാമെന്ന് പറഞ്ഞത് ആസിയ ബീവിയുടെ പ്രതിഫലം ചെറുതൊന്നുമല്ല. ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പ്രതിഫലം അള്ളാഹു തരും. അള്ളാഹു സന്തോഷമുള്ള ജീവിതം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്. സിറാജ് ഖാസിം വാളും നല്ല നല്ല വാളാണ്. എല്ലാവരും നോക്കണം. നല്ല ബിസിൻ വാള്. പിന്നെ ഷെയർ ആക്കണം, ലൈക്ക് കൊണ്ട് ഒത്തണം, പിന്നെ ബെല്ലൈക്കൺ ഒത്തണം. പിന്നെ എല്ലാവരും വലിയ വീഡിയോസ് എല്ലാം നോക്കണം പ്ലീസ്. നിങ്ങൾ സപ്പോർട്ട് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നിങ്ങൾ എല്ലാവരും ഷെയർ ആക്കണം, മാക്സിമം ഷെയർ ആക്കണം, മാക്സിമം. പിന്നെ എൻ്റെ ടൈമെല്ലാം കംപ്ലീറ്റ് ആയിട്ടാണ് മെയിനായിട്ട്. പിന്നെ എല്ലാം കോപ്പറേറ്റ് എല്ലാം മെയിൻ. പ്ലീസ് സപ്പോർട്ട് വേണം മെയിനായിട്ട്. ഓക്കെ.